എല്ലാ പ്രേക്ഷകരെയും ചങ്ങനാശ്ശേരി എബ്രഹാംസ് ഇൻഫെർട്ടിലിറ്റി സെൻ്ററിൻ്റെ വന്ധ്യത ഒരു ശാപമല്ല എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ചങ്ങനാശ്ശേരി എബ്രഹാംസ് ഇൻഫെർട്ടിലിറ്റി സെൻ്ററിൻ്റെ വന്ധ്യത ഒരു ശാപമല്ല എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വട്ടം വിദ്യാർത്ഥികളുടെ ലെറ്റർ കിട്ടുകയുണ്ടായി. അവർ ഒരുമിച്ച് പല സംശയങ്ങളും എഴുതിയിട്ടുണ്ട്. അവർക്കറിയേണ്ടത് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന്, ലൈംഗിക നിഷേധമാണോ അതോ പാൻ സെക്ഷുവലിസം, ലോകത്തെ ജീവിത പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു ലൈംഗിക മയത്തോടെ കാണുന്നതാണോ, ഏതാണ് ശരി? ഇത് രണ്ടും ശരിയല്ലെങ്കിൽ ശരിയായൊരു മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാണ് ആ കൂട്ടം യുവാക്കൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലൈംഗികരണവും ലൈംഗിക നിഷേധവും രണ്ടും പാടെ തെറ്റാണ്. ഇത് രണ്ടും ശരിയായ രീതിയല്ല. ഈശ്വരൻ സൃഷ്ടിച്ച ലൈംഗിക അവയവങ്ങൾക്ക് അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. ഈശ്വരൻ സൃഷ്ടിക്കുവാൻ മടി കാണിക്കാത്ത ആ അവയവങ്ങളെപ്പറ്റി നമ്മളാരും ഒരിക്കലും ലജ്ജിക്കേണ്ട കാര്യമില്ല. കാര്യം അത് ഈശ്വരൻ നമുക്ക് സൃഷ്ടിച്ച് തന്നതാണ്. അവയുടെ പ്രവർത്തനത്തെക്കുറിച്ചും നാം ലജ്ജിക്കേണ്ടതില്ല. എന്നാൽ നമുക്കറിയാം, എല്ലാ ഊർജത്തിനും, ശരീരത്തിലെ എല്ലാ അവയവത്തിനും അതിനേതായ ശരിയായൊരു വശമുണ്ട്, തെറ്റായ വശമുണ്ട്. അതിനെ ഏത് രീതിയിലാണ് നാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരു വ്യക്തി അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി ആണ് അത് സൃഷ്ടികരമായൊരു പ്രവർത്തനമാണോ അത് സംഹാരകരമായൊരു പ്രവർത്തനമാണോ നടത്തുന്നത്. നമ്മുടെ കരങ്ങൾക്ക് ഒരു മണലാരണ്യത്തിൽ ഒരു മലർവാടി സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. കരഞ്ഞ് കലങ്ങി ഒരു കണ്ണ് കാണുമ്പോൾ നമുക്കതിനെ തുടയ്ക്കുവാൻ സാധിക്കും. എന്നാൽ ഈ കൈ കൊണ്ട് തന്നെ നമുക്ക് ഒരുത്തൻ്റെ നെഞ്ചിലേക്ക് ഒരു കടാര ആഴത്തിലിറക്കി അവൻ്റെ നെഞ്ച് പിച്ചു ചീന്താം. അവൻ്റെ ഏത് അവയവങ്ങളും മുറിച്ചു മാറ്റാം. ഈ ഒരേ കൈ തന്നെയാണ് ഈ രണ്ട് പ്രവൃത്തിയും ചെയ്യുന്നത്. ഈ ഒരു കൈക്ക് ഒരാളോട് വികാരവായ്പ തോന്നി അവൻ്റെ പ്രയാസങ്ങളിൽ ഒരു തണലായിട്ട് നിൽക്കാം. ഇത് ഈ കൈക്ക് തന്നെ ഒരാളെ പാടെ നശിപ്പിക്കുവാൻ, ഒരുപക്ഷെ ഒരുത്തിൻ്റെ ജീവിതം തന്നെ തകർക്കുവാനായിട്ട് ഒരു മിനിറ്റ് മതി ഈ കൈകൾക്ക്. അതിൻ്റെ അർത്ഥം, ഈശ്വരൻ നമുക്ക് തന്ന ഈ കൈകൾക്ക് രണ്ട് തരത്തിലുള്ള പ്രവർത്തനമുണ്ട്. അത് ഒരു സംഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാം, അത് ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. നാം നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിൻ്റെ ഒരു ചൈതന്യം ഉൾക്കൊള്ളുവാൻ നാം എപ്പോഴും ശ്രമിക്കണം. അതിനെ ഉരുത്തിരിഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമയായിരിക്കണം നാം. ഇത് ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലും പ്രാവർത്തികമാണ്. മനുഷ്യന് എവിടെയും ഒരു നിയന്ത്രണങ്ങൾക്ക് വിധേയം മാത്രമേ ജീവിക്കുവാനാവൂ. ഒരു സമൂഹത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവന് ചില നിയമങ്ങൾ വേണം. ഒരു നിയമങ്ങളില്ലാതെ ആർക്കും ജീവിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. ലൈംഗിക കാര്യത്തിലും ഇത് ശരിയാണ്. നമുക്ക് ഈ അവയവങ്ങൾ ഈശ്വരൻ തന്നതാണ്. അതിനെ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പ്രവർത്തിപ്പിക്കും എന്ന് ഒരു വ്യക്തി ശഠിച്ചാൽ തീർച്ചയായിട്ടും അത് അവന് അപകടമായി തീരുകയുള്ളൂ. കാര്യം, ഒരു മനുഷ്യനും ഈശ്വരൻ തന്ന അവയവമാണ് എന്ന് വെച്ച് അവൻ്റെ അവയവങ്ങളെ അവൻ്റെ ഇഷ്ടത്തിന് മാത്രം അനുകൂലമായി പ്രവർത്തിപ്പിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ പ്രവർത്തിച്ചാൽ എന്താണ് ഫലം? നമുക്കറിയാം, അവിടെ ഒരിക്കലും സന്തോഷമുണ്ടാകില്ല, ഒരു അരാജകത്വമായിരിക്കും അതിൻ്റെ ഫലം. അതുപോലെ തന്നെയാണ് ലൈംഗിക ജീവിതവും കുത്തഴിഞ്ഞാൽ ഉണ്ടാവുന്ന അനുഭവം. അവിടെ ലൈംഗിക അരാജകത്വം നടക്കും. ലൈംഗിക അരാജകത്വം എവിടെ ഉണ്ടാവുന്നു അതൊരു വിഷബാധ പോലെയാണ്. ആ ഒരു വിഷബാധ സമൂഹത്തെ കടിച്ചാൽ, അല്ലെ സമൂഹത്തിനേറ്റാൽ, ആ സംസ്കാരം തന്നെ നശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എവിടെ ലൈംഗികതയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്ത സംസ്കാരം ഉണ്ടായിരുന്നു, നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ സംസ്കാരങ്ങൾ പാടെ ഇല്ലാതെയായി. അല്ലെങ്കിൽ ഇന്ന് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹങ്ങൾക്ക് മരണമണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രോയിഡിൻ്റെ സിദ്ധാന്തം കണ്ട് ഇന്നത്തെ ഇളം തലമുറ ആവേശം കൊള്ളരുത്. ഫ്രോയിഡ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തുണ്ടായിരുന്ന അറിവുകൾക്ക് പലതിനും പല മാറ്റങ്ങളും വന്നിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും ആ സിദ്ധാന്തങ്ങൾ ഈ രീതിയിൽ കൊണ്ടുവരുമായിരുന്നില്ല. അദ്ദേഹം അതിന് അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വന്നേനെ. നമുക്കറിയാം, ഒരു കാലത്ത് നാം ശരിയായെന്ന് വെച്ച പല തിയറികളും പിന്നീട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ അതിനകത്ത് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നാം ഇതുവരെ കണ്ടുപിടിച്ചിരുന്ന കാര്യങ്ങളല്ല, വേറെ എന്തോ ആണ് ശരിയെന്ന്. ഇതാണ് ഫ്രോയിഡിൻ്റെ ലൈംഗിക സിദ്ധാന്തം ഒരിക്കലും ഒരു അവസാന വാക്കല്ല. എല്ലാ മാനുഷിക വ്യാപാരങ്ങളുടെയും നിയന്ത്രിക്കുന്നത് ലൈംഗികതയാണ് എന്നുള്ള ധാരണ പാടെ തെറ്റാണ്. അതൊരു ലൈംഗിക ശക്തിയല്ല, മനുഷ്യൻ്റെ ഒരു ആന്തരിക ഊർജ്ജമാണ് മനുഷ്യന് വേണ്ടത്. അത് ലൈംഗിക ശക്തി മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് തെറ്റാണ്. ഒരാൾക്ക് ലൈംഗിക ശക്തി കൊണ്ട് ആന്തരിക ബലം ഉണ്ടാവുമെന്ന്
കരുതുന്ന സിദ്ധാന്തം പാടെ ശരിയല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഊർജ്ജമാണ്. ആ ജൈവ ഊർജ്ജം ഓരോ ഘട്ടത്തിൽ ഓരോ രീതിയിലായിരിക്കും. യുവത്വത്തിൽ പ്രകൃതി തന്നെ അത് ലൈംഗികതയിലേക്ക് അതിനെത്തിരിക്കും. എന്നാൽ പ്രായമാകുന്തോറും പ്രകൃതി തന്നെ ആ ഊർജ്ജത്തെ വേറെ രീതിയിലേക്ക് മാറ്റി വിടുകയാണ് ചെയ്യുന്നത്. ആ നിയന്ത്രിതമായ ലൈംഗിക പ്രക്രിയ മോക്ഷത്തിലേക്ക് നയിക്കും എന്നുള്ളൊരു തിയറി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, ആ സിദ്ധാന്തം മുൻപോട്ട് കൊണ്ടുവന്ന മതങ്ങളെല്ലാം പാടെ നശിക്കുകയാണ് ഉണ്ടായത്. ബാബിലോണിയൻ സംസ്കാരം നമുക്കറിയാം, ഒരു സാർവ ലൈംഗികത്വം അനുവദിച്ചിരുന്ന ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം മറഞ്ഞുപോയി. ലക്കും ലഗാനുമില്ലാത്ത ലൈംഗിക ധൂർത്താണ് ഈ അധർമ്മത്തിൻ്റെ പിന്നിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ കുട്ടികളുടെ സംശയം, ഡോക്ടർ അടിച്ചമർത്തുന്ന വികാരങ്ങളല്ലേ മാനസിക രോഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതായിരുന്നു. ആ ധാരണ പാടെ തെറ്റാണ് ഇന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനോരോഗങ്ങൾക്ക് ലൈംഗികപരമായ പ്രശ്നങ്ങൾ ഒരു കാരണമായി എന്ന് വന്നേക്കാം. എന്നാൽ എല്ലാ മനോരോഗത്തിൻ്റെയും പുറകിൽ ലൈംഗിക പ്രശ്നങ്ങളാണെന്ന് കരുതുന്നത് തെറ്റാണ്. അതിൻ്റെതായ വേറെ കാരണങ്ങളുണ്ടെന്ന് ഇന്ന് ധാരാളം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ തിയറി ശരിയാണെങ്കിൽ യാതൊരു കടിഞ്ഞാണുമില്ലാതെ ലൈംഗിക ആസ്വാദ്യം നുണഞ്ഞു കഴിയുന്ന അമേരിക്കൻ, യൂറോപ്യൻ സംസ്കാരങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ നന്നേ കുറയേണ്ടതാണ്. എന്നാൽ നമുക്കറിയാം, മാനസിക രോഗികൾ ഏറ്റവും കൂടുതലുള്ളത് ഈ രാജ്യങ്ങളിലാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ലൈംഗിക നിയന്ത്രണം ആവശ്യമാണ്. ലൈംഗിക സ്വാതന്ത്ര്യം അമിതമായി നൽകിയാൽ മനോരോഗത്തിൻ്റെ എണ്ണം കൂടുകയുള്ളൂ. അതുകൊണ്ട് ലൈംഗികമായ ജീവിതത്തിലൂടെ എല്ലാ മനോരോഗ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി അടുത്ത തലമുറ പുലർത്തരുത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലൈംഗിക വീഴ്ചയുടെ മാധുര്യം അനുഭവമാണെങ്കിൽ കുറച്ചൊക്കെ നിഗൂഢമായിരിക്കണം. അത് പ്രാപ്യമാവാൻ കുറച്ചൊക്കെ ശ്രമം വേണ്ടി വരണം. നമുക്കറിയാം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാതാകുന്നത് അതിന് നിരന്തര സാമീപ്യം കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഒരു മണിയറയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദമ്പതികളുടെ വികാരത്തിളപ്പ് സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ആ മണിയറയിലേക്ക് ലഭിക്കുമ്പോൾ കിട്ടിയെന്ന് വരികയില്ല. സ്ഥിരമായി ലൈംഗിക ജീവിതത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഇതൊരു വിരസമായ ഒരു പ്രക്രിയയായി മാറുവാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാം തുറന്നുള്ള പാശ്ചാത്യ ലൈംഗിക ജീവിതം അവരെ ഏത് രീതിയിൽ എത്തിച്ചു എന്ന് ചോദിച്ചാൽ പലർക്കും ഇന്ന് ഒരു ലൈംഗിക മരവിപ്പാണ്, സെക്ഷൽ ഫ്രിജിഡിറ്റി കൂടുതലായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ അനുഭവപ്പെടുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാമവേഴ്ചകളിൽ കൂടുതലായി ഇടപെടുന്നതുകൊണ്ട് ഇനി എന്താണ് അടുത്ത പടി എന്നൊരു ചിന്താഗതി അവരെ നയിക്കുകയും ക്രമേണ ഒരു ലൈംഗിക മരവിപ്പിലേക്ക് അവർ വീഴുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം സന്തോൽപാദനത്തിന് വേണ്ടി മാത്രമാണ് എന്ന് കരുതുന്നതും പാടെ ശരിയല്ല. അവിടെ അവർ ഒന്നിച്ചു ചേരുകയാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുമിച്ച് ചേരലാണത്. ഒരിക്കലും ശാരീരികമായ ഒരു ഒരുമിച്ച് ചേരൽ മാത്രമാണെങ്കിൽ ഒരിക്കലും അവർ ഒന്നാകുകയില്ലായിരുന്നു. നമുക്കറിയാം, ശരീരങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്നാലും മനസ്സുകൾ തമ്മിൽ രണ്ട് ദിശയിലാണെങ്കിൽ ഒരിക്കലും അവർക്കൊന്നാകുവാൻ കഴിയുകയില്ല. ആ പൂർണ്ണമായ സംയോജനത്തിലൂടെയാണ് വേറെ ഒരു ജന്മം രൂപമെടുക്കുന്നത്. അതാണ് ശിശു. ആ പ്രക്രിയയിൽ രണ്ടുപേർക്കും ഊർജോൽപാദനമുണ്ടാകുന്നു. അതാണ് രതിമൂർച്ച അല്ലെങ്കിൽ ആനന്ദമൂർച്ച. അതുകൊണ്ട് ലൈംഗിക അനുഭൂതി അനുഭവിക്കരുതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രകൃതി വിരുദ്ധമാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സാമുദായിക അല്ലെങ്കിൽ സമൂഹത്തോടുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കി അംഗീകൃത ബന്ധങ്ങളിൽ നിന്നുകൊണ്ട് പുരുഷനും സ്ത്രീയും തമ്മിൽ ലൈംഗിക സുഖം അനുഭവിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടാവുന്ന സുഖകരമായ അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ ഉദാത്തമായ ലൈംഗികത. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മെത്തേഡാണ് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നിക്സ്. അതിൽ വളരെ പ്രധാനമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് IUI. പുരുഷ ബീജാണുക്കളുടെ എണ്ണം കുറഞ്ഞവർക്ക് ഈ മാർഗം ഫലവത്താണ്. അതുപോലെ തന്നെ ലൈംഗികമായി ബന്ധപ്പെടുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും ഈ മാർഗം വളരെ ഫലവത്താണ്. 10 മുതൽ 20% വരെയാണ് ഇതിൻ്റെ പ്രഗ്നൻസി റേറ്റ്. ഇത് നമുക്ക് നാച്ചുറലായിട്ടുള്ള സൈക്കിളിൽ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ അണ്ടോൽപാദനത്തെ ഉത്തേജിപ്പിച്ച് നടത്തുന്ന കൺട്രോൾഡ് ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ രീതിയിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അണ്ടോൽപാദനത്തെ ഉത്തേജിപ്പിച്ച് നാം പരിശ്രമിക്കുമ്പോൾ കൂടുതൽ നല്ല ക്വാളിറ്റിയുള്ള അണ്ടം ഉണ്ടാകുന്നതുകൊണ്ട് വിജയസാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. മറ്റ് ചികിത്സാ മാർഗങ്ങൾ എല്ലാം പരിശ്രമിച്ചിട്ടും ഫലം കിട്ടാത്തവർക്ക് IUI ചികിത്സാ മാർഗം ഫലവത്താണ്. പുരുഷ ബീജാണുക്കളുടെ എണ്ണം മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും പുരുഷ ബീജാണുക്കളുടെ എണ്ണത്തിലും പ്രവർത്തനശേഷിയിലും വലിയ മാറ്റം ഉണ്ടാകാത്തവർക്ക് നാച്ചുറൽ സൈക്കിളിനേക്കാളും എപ്പോഴും IUI സൈക്കിളിലായിരിക്കും ഫലപ്രാപ്തി കൂടുതൽ. എന്നാൽ IUIക്ക് മുൻപ് പുരുഷ ബീജാണുക്കൾ കുറവാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ, അതായത് ബീജവാഹിനി കൊണ്ടിട്ടുള്ള ഞരമ്പുകൾ തടിച്ചെടുക്കുക,
രോഗാണുബാധ, ഹോർമോൺ തകരാറ് എന്നിവയുണ്ടെങ്കിൽ അവ ചികിത്സിച്ചതിന് ശേഷം വേണം IUIക്ക് നാം തയ്യാറെടുക്കുവാൻ. അത് തീർച്ചയായിട്ടും നമ്മുടെ ഫലത്തെ കൂടുതൽ കൂട്ടും. അതുപോലെ തന്നെ സക്സസ്ഫുള്ളായിട്ട് ആ പ്രഗ്നൻസി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയും. അല്ലാതെ ഏത് കൗണ്ട് കുറഞ്ഞവർ സ്ട്രെയിറ്റ് ആയിട്ട് IUI ചെയ്യാമെന്നുള്ള ധാരണ പാടെ തെറ്റാണ്. IUIയുടെ വിജയ സാധ്യതയും പല കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. അതിനകത്ത് ദമ്പതികളുടെ പ്രായം, പുരുഷൻ്റെ ബീജാണുക്കളുടെ എണ്ണം, വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, അവരുടെ വന്ധ്യതയുടെ കാരണം, ഇതെല്ലാം IUIയുടെ വിജയത്തെയും ബാധിക്കും. IUIയുടെ വിജയ സാധ്യത വൈഫിൻ്റെ പാരാമീറ്റേഴ്സിനെയും ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമായിട്ട് നാം മനസ്സിലാക്കണം, IUI, IVF, ICSI ഇവയുടെ എല്ലാം വിജയ സാധ്യത വൈഫിൻ്റെ പ്രായത്തെ ആസ്പദമാക്കിയാണ്. വൈഫിൻ്റെ പ്രായം കൂടുന്നതനുസരിച്ച് കൂടുതൽ തവണ നമ്മൾ ഈ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായി വന്നേക്കാം. അതുപോലെ തന്നെ സ്ത്രീവന്ധ്യതയുടെ കാരണങ്ങളും IUIയുടെ വിജയസാധ്യതയെ ബാധിക്കും. ഉദാഹരണത്തിന് അണ്ടോത്പാദന വൈകല്യമാണ് വന്ധ്യതയുടെ കാരണമെങ്കിൽ IUI മാർഗം കൂടുതൽ ഫലവത്താണ്. എന്നാൽ ഗർഭപാത്രത്തിനോ ബീജവാഹിനിക്കുള്ളിനോ ഉണ്ടായ നീർക്കെട്ടാണ് വന്ധ്യതയുടെ കാരണമെങ്കിൽ IUI വളരെ ഫലവത്താണ് എന്ന് എപ്പോഴും കരുതുവാൻ സാധ്യമാകുകയില്ല. അതുപോലെ തന്നെ അവരുടെ ഭാര്യയുടെ അണ്ടാശയത്തിലുള്ള അണ്ടത്തിൻ്റെ എണ്ണം, അവയുടെ ഓവറിയുടെ വോളിയം, അതുപോലെ ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിൻ്റെ കട്ടി, ആവരണത്തിലേക്കുള്ള രക്തോട്ടം, ഇവയെല്ലാം IUIയുടെ വിജയസാധ്യതയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് IUI ചികിത്സയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപ് വൈഫിൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ചും നാം വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു തെറ്റിദ്ധാരണയുണ്ട്, IUI എന്ന് പറയുന്നത് പുരുഷ ബീജാണുക്കൾ കുറവുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ മാർഗമാണ്. അങ്ങനെയുള്ള മാർഗം സ്വീകരിക്കുമ്പോൾ വൈഫിനെ ചികിത്സിക്കേണ്ടതില്ല എന്നൊരു ധാരണ ചിലർക്കുണ്ട്. ആ ധാരണ തീർച്ചയായിട്ടും നമ്മുടെ വിജയസാധ്യതയെ ബാധിക്കും. അതുപോലെ തന്നെ പുരുഷ ബീജാണുക്കളുടെ എണ്ണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും ബീജം കുറവുള്ളവർ നമ്മുടെ അടുത്ത് പരിശോധനയ്ക്ക് വരുമ്പോൾ അവരുടെ കയ്യിൽ ധാരാളം ലാബറട്ടറിയിൽ നിന്നുള്ള പരിശോധന റിപ്പോർട്ട് കാണുകയുണ്ട്. അതിൽ ചിലർ പറയും, ഡോക്ടർ ഈ ചികിത്സയ്ക്ക് ശേഷം കൗണ്ട് ഇത്ര കൂടി, ആ ചികിത്സയ്ക്ക് ശേഷം കൗണ്ട് ഇത്ര കുറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഈ രോഗികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഇത് ഈ സ്പേം അനാലിസിസിന് വേണ്ടി ഏതു മാർഗമാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനമാണ്. കാര്യം ഇതിന് പല രീതികളുണ്ട്. ഇത് എണ്ണുവാനായിട്ട് പല രീതിയിലുള്ള കൗണ്ടിങ് ചാമ്പറുകളുണ്ട്. ഇതിന് മാനുവൽ മെത്തേഡായിട്ടുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡുണ്ട്. അതുകൊണ്ട് പല സെൻറ്ററുകളിൽ പോയിട്ട് പല പ്രാവശ്യം ബീജം പരിശോധിക്കുമ്പോൾ പല റിപ്പോർട്ടുകൾ കിട്ടും. അതനുസരിച്ച് ഒരിക്കലും നാം ചികിത്സയുടെ പുരോഗതി തിട്ടപ്പെടുത്തുവാൻ പാടില്ല. ശരിയായ രീതിയിൽ സ്പേം അനാലിസിസ് ചെയ്യുന്ന ഒരു ലാബറട്ടറി ആസ്പദമാക്കിയിട്ട് വേണം ചികിത്സയുടെ പുരോഗതി നിശ്ചയിക്കുവാൻ. IUIക്ക് അതിൻ്റേതായ വിജയസാധ്യതയുള്ളൂ. അതൊരിക്കലും ICSI ചികിത്സയ്ക്ക് ഒപ്പം എത്തുകയില്ല. എന്നാലും ചിലർക്ക് ഈ മാർഗം ഫലവത്താണ്. സെമൻ വാഷ് ചെയ്തതിന് ശേഷം എന്തുമാത്രം ബീജാണുക്കളുണ്ട്, അവയുടെ ചലനശേഷി എന്നിവയെക്കുറിച്ച് അറിയുവാൻ രോഗികൾ വ്യക്തമായി ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് IUI ചെയ്യുന്ന ഡോക്ടറോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡോക്ടർ IUI ചെയ്യാൻ പോകുന്ന ഒരു സെമൻ സാമ്പിൾ നിങ്ങളെ കാണിക്കും. അതിൽ നിന്ന് വാഷ് ചെയ്യുന്നതിന് മുൻപും പിൻപുമുള്ള ഇതിൽ വന്ന വ്യത്യാസം നിങ്ങൾക്ക് നേരിട്ട് അറിയുവാനായിട്ട് കഴിയും. പലപ്പോഴും പേഷ്യൻസ് ഫോണിലൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഡോക്ടർ എൻ്റെ അക്കൗണ്ട് ഇത്രയേ ഉള്ളൂ, എനിക്ക് പ്രഗ്നൻസി കിട്ടുമോ? ഒരിക്കലും ഇത് പറയുവാൻ സാധ്യമല്ല. കാരണം ഇതിനൊരു യൂണിവേഴ്സലായിട്ടുള്ള ഇത്ര കൗണ്ടിൽ കുറവുള്ള ഒരാൾക്ക് പ്രഗ്നൻസി കിട്ടുകയില്ല എന്ന് ആർക്കും വ്യക്തമായിട്ട് പറയുവാൻ സാധ്യമാകുകയില്ല. ഇതിൻ്റെ വിജയസാധ്യത വൈഫിൻ്റെ പാരാമീറ്റേഴ്സും അതുപോലെ തന്നെ പുരുഷ ബീജാണുക്കളുടെ പ്രവർത്തനക്ഷമതയും ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് പ്രഗ്നൻസിക്ക് സാധ്യതയില്ല എന്ന് ഏതെങ്കിലും ഒരു മാസികയിൽ വായിച്ചതുകൊണ്ട് നിരാശയുടെ അനുഭവത്തിൽ കഴിയേണ്ട കാര്യമില്ല. അതിവിപുലമായ എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ ഞങ്ങളുടെ ഈ സെൻറ്ററിലുണ്ട്. ഏറ്റവും നൂതനമായ മോണിറ്ററുകൾ, വളരെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന അനസ്തീഷ്യ മെഷീൻ എന്നിവ ഈ സെൻറ്ററിലുണ്ട്. അറിയാതെ മൂത്രം പോകുന്നതിന് വിഷമിക്കുന്ന അനേകം സ്ത്രീകളുണ്ട്. അതിനെക്കുറിച്ചാണ് നാം ഇന്നും പ്രതിപാദിക്കുന്നത്. ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ, ചിരിക്കുമ്പോൾ, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയ്ക്കാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഈ കൂട്ടർക്ക് പലപ്പോഴും അവർ ടോയ്ലറ്റിൽ എത്തുന്നതിന് മുൻപ് തന്നെ മൂത്രം ഒഴിച്ചിരിക്കും. അത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് അല്ല. അറിയാതെ മൂത്രം പോകുന്ന നമ്മുടെ കട്ടിലിൽ കിടക്കുന്ന വിരിയെല്ലാം നനയുക, ആ മൂത്രം പോകുന്നതും ചുമയ്ക്കുമ്പോൾ മൂത്രം പോകുന്ന രീതിയും രണ്ടും രണ്ടാണ്. ചുരുക്കം
ചില പേരിൽ ഈ രണ്ടും അവസ്ഥയും ഒരുമിച്ചുണ്ടായേക്കാം. അവർക്ക് സ്ട്രെസ് ഇൻകോണ്ടിനൻസും അർജ് ഇൻകോണ്ടിനൻസും ഒരുമിച്ചുണ്ടാവാം. ഈ കൂട്ടർക്ക് കൂടുതലായിട്ട് അളവിൽ മൂത്രം പോകും. ഇങ്ങനെ പോകാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, മൂത്രസഞ്ചിയുടെ മുഖത്തിന് ഉള്ള മസിലുകൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയമാണ് ഇതിന് കാരണം. അതുപോലെ തന്നെ മൂത്ര നിയന്ത്രണത്തെ ബാധിക്കുന്ന സ്പിഞ്ചറുകൾ മസിലുകളുടെ പ്രവർത്തനമുള്ള വൈകല്യവും ഇതിന് ഒരു കാരണമാണ്. കൂടുതൽ കുട്ടികളുള്ളവരിൽ, അതായത് സാധാരണ പ്രസവത്തിലൂടെ കൂടുതൽ കുട്ടികൾ ഉണ്ടായവർക്ക്, പ്രായം മൂലം ഹോർമോണിൻ്റെ അഭാവം ഉണ്ടായവർക്ക്, സ്ഥിരമായി വയറ്റിൽ നിന്ന് പോകുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ നേരത്തെ ഈ ഭാഗത്ത് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളവർക്ക് ഇവർക്ക് ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയാണ് ഒരാൾക്കുള്ളതെങ്കിൽ ഏത് അവസ്ഥയാണ് അവർക്കുള്ളത് എന്ന് അവർ ഡോക്ടറോട് തുറന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, അവർക്ക് ചുമയ്ക്കുമ്പോൾ മാത്രമാണോ മൂത്രം പോകുന്നത്, അതോ അവർക്ക് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയാണോ, അവരുടെ ബെഡ് നനയുന്നുണ്ടോ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മൂത്രം പോകുന്നുണ്ടോ, വയറ്റിൽ നിന്ന് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു രോഗി തന്നെ ഒരു ഡയറിയിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ അവരുടെ മൂത്രമൊഴിക്കുന്ന രീതി ശ്രദ്ധിച്ച് എഴുതിക്കൊണ്ട് പോവുകയാണെങ്കിൽ ശരിയായ കാരണം കണ്ടുപിടിക്കുവാൻ ഡോക്ടർക്ക് അത് വളരെയേറെ സഹായകരമാണ്. ഈ അവസ്ഥ എപ്പോഴും സർജറി കൊണ്ട് മാത്രമേ ചികിത്സിക്കാൻ പറ്റൂ എന്ന് കരുതരുത്. ഇതിന് സർജറി അല്ലാതെയുള്ള ചികിത്സയുമുണ്ട്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന അവസ്ഥ TVTO സർജറി മൂലം വളരെ ഫലവത്തായിട്ട് നമുക്ക് ചികിത്സിക്കുവാനായിട്ട് കഴിയും. പേഷ്യൻറ്റിന് ആശുപത്രിയിൽ ഓപ്പറേഷന് അന്ന് തന്നെ പോകാനായിട്ട് കഴിയും. ചെറിയ അനസ്തീഷ്യയുടെ ആവശ്യമുള്ളൂ. സാധാരണ ജീവിതത്തിലേക്ക് പെട്ടെന്ന് മടങ്ങുവാൻ കഴിയും എന്നുള്ളത് ഈ സർജറിയുടെ പ്രത്യേകതകളാണ്. 96% പേരിലും 96% വിജയസാധ്യതയുള്ള ഒരു ഓപ്പറേഷനാണിത്. അതിൽ 85% പേർക്ക് അവരുടെ അവസ്ഥ പാടെ മാറിയിട്ടുണ്ടാവും. ബാക്കി ഉള്ളവർക്ക് അവരുടെ അവസ്ഥയിൽ വളരെ ഗണ്യമായ ഇമ്പ്രൂവ്മെൻറ്റ് അനുഭവപ്പെടും. എന്നാൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും രോഗികൾ പറയുന്നൊരു ചോദ്യമുണ്ട്, ഡോക്ടർ ഇതിൻ്റെ ചിലവ് കൂടുതലാണെന്നുള്ളത്. എന്നാൽ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന പാഡുകളുടെ ചിലവ് കണക്കാക്കുമ്പോഴോ, അവിടെ യോനിമുഖത്ത് ഉണ്ടാകുന്ന നനവ് മൂലമുണ്ടാകാവുന്ന അണുബാധ മൂലമുള്ള വിഷമത്തെ നാം താരതമ്യപ്പെടുത്തുമ്പോഴോ, നമ്മളൊരു പൊതുസ്ഥലത്ത് പോകുമ്പോൾ മൂത്രം മണക്കുന്നു എന്നുള്ള രീതിയിൽ ആളുകൾ നമ്മളെ അകറ്റി നിർത്തുമ്പോൾ ഉണ്ടാക്കുന്ന മാനസിക വ്യഥയുമായിട്ട് നാം കമ്പയർ ചെയ്യുമ്പോഴോ, ഈ അറിയാതെ മൂത്രം പോകുന്നത് മൂലം ഒരാൾ സാമൂഹിക ജീവിതം അവോയ്ഡ് ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സർജറിയുടെ ചിലവ് കുറവാണ്. എൻ്റെ പേര് ഫാദർ തോമസ് ജോൺ, വൈഫിൻ്റെ പേര് മെറിസ് തോമസ്. ഞങ്ങൾ താമസിക്കുന്നത് കോട്ടയം ജില്ലയിൽ വാകത്താനം പഞ്ചായത്തിൽ ഞാലിയാവഴി എന്ന സ്ഥലത്താണ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു. ഇതിനോടകം പല ഭാഗത്തും ട്രീറ്റ്മെൻറ്റിനായി ഞങ്ങൾ പോയി. പാലക്കാട്, കോട്ടയം, അങ്ങനെ മറ്റ് പല സ്ഥലങ്ങളിലും പോയിട്ട് അവിടെയൊന്നും സക്സസ് ആകാഞ്ഞതുകൊണ്ട് ഇവിടുത്തെ സാം ഡോക്ടറെ കുറിച്ച് കേൾക്കുകയും അങ്ങനെ ഇവിടെ ഞങ്ങൾ വന്നു. 2 മാസം കൊണ്ട് തന്നെ മറ്റ് വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും കൂടാതെ തന്നെ ഡോക്ടറുടെ മെഡിസിൻ കൊണ്ട് തന്നെ സക്സസ് ആയി. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നു എന്നുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അത് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഡോക്ടറെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എല്ലാവർക്കും അപ്രോച്ചബിളായിട്ടുള്ള ഒരു ആളാണ്. നമുക്കെന്ത് സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അത് ചോദിക്കാനും, അതുപോലെ തന്നെ 2 പേരെയും കൂടെ ഒന്നിച്ച് മുറിയിൽ കയറ്റി
പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നടത്തുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തൃപ്തികരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനും ഡോക്ടറിലുള്ള വിശ്വാസം കൂടുതൽ വളർത്തുന്നതിനും അത് ഇടവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ എല്ലാ പേഷ്യൻസിനോടുള്ള അവരുടെ എല്ലാ പെരുമാറ്റവും പിന്നെ അവരുടെ ആ സഹായ സഹകരണ രീതികളൊക്കെയും അത് എല്ലാം വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ അവർ വളരെയധികം ഭംഗിയായിട്ടാണ് അത് നിർവഹിച്ചത്. എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും ഉണ്ട്. ദൈവം തമ്പുരാൻ ധാരാളം ഡോക്ടർക്ക് വീണ്ടും കഴിവുകളെ കൊടുക്കട്ടെ. എല്ലാവരോടുമുള്ള ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി സ്നേഹവും കടപ്പാടും ഈ തരുണത്തിൽ അർപ്പിക്കുന്നു. വന്ധ്യതാ ചികിത്സയിൽ ഇന്ന് വിപ്ലവകരമായ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. വന്ധ്യത അനുഭവിക്കുന്ന രോഗികളുമായി സംസാരിക്കുമ്പോൾ പലപ്പോഴും നിരാശയുടെ ഒരനുഭവത്തിലാണ് അവർ കഴിയുന്നത്. ഇത് ശരിയല്ല. നമുക്കറിയാം, നമ്മുടെ മനസ്സ് നിരാശപ്പെട്ടിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിൽ പ്രത്യാശയില്ലെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും മൂടിയിടപ്പെട്ടിരിക്കും. നമ്മുടെ കണ്ണിന് ശരിയായ ദൃഷ്ടിയിലേക്ക് നോക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് വന്ധ്യത അനുഭവിക്കുന്നവർ നിരാശയുടെ അനുഭവത്തിൽ നിന്ന് മോചിതരാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ അവസ്ഥ എന്താണെന്നും അവസ്ഥയുടെ കാരണം എന്താണെന്നും പഠിക്കുവാൻ പലപ്പോഴും രോഗികൾക്ക് താല്പര്യമില്ല. അവരുടെ അവസ്ഥയെക്കുറിച്ച് ശരിയായൊരു അവബോധമുണ്ടാകണം. അതിനുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് അവർക്ക് വ്യക്തമായി അറിയണം. അപ്പോൾ മാത്രമേ ഇതിനുള്ള സാധ്യതകളെക്കുറിച്ച് അവർക്ക് അറിയുവാനായിട്ട് കഴിയൂ. പലപ്പോഴും പോക്കറ്റിൽ ലക്ഷക്കണക്കിന് രൂപ കയ്യിലിരുന്നിട്ട് 1 രൂപയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഒരാളുടെ ചിത്രം പോലെ എനിക്ക് പലപ്പോഴും രോഗികളുടെ മുഖങ്ങൾ തോന്നാറുണ്ട്. കാരണം അവരുടെ സാധ്യതയെ ശരിയായി മനസ്സിലാക്കാതെ ഇത് എൻ്റെ ഒരു അവസ്ഥയാണ്, ഇതിൽ നിന്ന് എനിക്കൊരു മോചനമില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നിരാശപ്പെട്ട് വിഷമിച്ച് കഴിയുന്ന ഒരവസ്ഥയാണ് രോഗികളിൽ ഞാൻ കാണുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശ പകരുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം ഈ നിരാശയുടെ അനുഭവത്തിൽ നിന്ന് അവരെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ പലപ്പോഴും ഇതിൽ നിന്ന് അവരെ കരയേറ്റുവാനായിട്ട് നമുക്ക് കഴിയും. അതറിയണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. അതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് എൻ്റെ ഫാദർ ഈ സെൻറ്റർ തുടങ്ങിയത്. ചങ്ങനാശ്ശേരിയിലാണ് ഞങ്ങളുടെ ഈ സെൻറ്റർ. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ബിഷപ്സ് പാലസിനടുത്താണ് ഈ സ്ഥാപനം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇവിടെ OP ഉണ്ട്. ഇവിടെ വരുന്നവർ ദയവായിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാൻ ഞങ്ങളെപ്പോഴും തയ്യാറാണ്. വന്ധ്യത എന്നുള്ള വിപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇങ്ങനെയുള്ള സെൻറ്ററുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ പ്രയോജനം നേടുവാനായിട്ട് സാധാരണക്കാരുകൾ കൂടുതൽ ശ്രമിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന തലമുറയും നമ്മൾക്ക് വന്ധ്യത ഒരു ശാപമല്ല എന്ന ഒരു ധാരണയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയും. നന്ദി, നമസ്കാരം.